അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസ്, അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. നമുക്കൊക്കെ പരിചയമുള്ള അറിയുന്ന ഹദീസാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും ആ ഒരു നരകമോചനാണ്. എന്തിനാ കഷ്ടപ്പെട്ട് രാത്രി നിന്ന് നിസ്കരിക്കുന്നത്? എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഫജ്ർ മുതൽ മഗ്രിബ് വരെ വിശപ്പുണ്ടായിട്ടും സഹിച്ചിട്ടും പട്ടിണി കിടന്ന് നോൻപനുഷ്ഠിക്കുന്ന എന്തിനാ? ജോലി തിരക്കുണ്ടാവുമ്പോഴും കച്ചവടങ്ങൾ ഉണ്ടാവുമ്പോഴും അത് മാറ്റിവെച്ച് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത് എന്തിനാ? എല്ലാ കഷ്ടപ്പാടുകളും രാത്രി നല്ല ഉറക്കവും ക്ഷീണവും പ്രയാസം ഉണ്ടാകുമ്പോഴും പടച്ച റബ്ബിന്റെ ഭവനത്തിൽ വന്നുകൊണ്ട് അഹ്യാ ലൈലഹു രാത്രി അവൻ ജീവിപ്പിക്കുന്നത് എന്തിനാ? അവന്റെ ആഗ്രഹം ആ നരകമോചനാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ്. ആ നരകമോചനമാണ് നമ്മളൊക്കെ കൊതിക്കുന്നതും. എന്നാൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ്, അലാ ഇന്ന മൻ ഖബ്ലകും മിൻ അഹ്ലിൽ കിതാബി ഇഫ്തറഖു അലാ 72 മില്ല. നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സമൂഹം 72 വിഭാഗമായി പിരിഞ്ഞു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പറയാൻ, വ ഇന്ന ഹാദിഹിൽ മില്ലത സതഫ്തരിഖു അലാ 73. ഈ ഉമ്മത്തും ഈ മുസ്ലിം സമൂഹവും ഈ ഉമ്മത്തും 73 വിഭാഗമായി കക്ഷികളായി വേർതിരിയും. സിനതാനി വസബഊന ഫിന്നാർ. അതിൽ 72 നരകത്തിലാണ്. അതിൽ 72 നരകത്തിലാണ്. 72 വിഭാഗവും നരകത്തിലാണ്. വവാഹിദത്തുൻ ഫിൽ ജന്ന. അതിൽ ഒറ്റ ഒരു സംഘം മാത്രമേ സ്വർഗത്തിൽ ഉണ്ടാവുള്ളൂ. ഒരൊറ്റ വിഭാഗം മാത്രമേ സ്വർഗത്തിൽ ഉണ്ടാവുള്ളൂ. ഇത് ഇന്ന സംഘടനയാണോ ഇന്ന കൂട്ടാണ് എന്നല്ല, ഒരു വിഭാഗം. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചോദിച്ചു, അവർക്കറിഞ്ഞാൽ മതി സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗം ഏതാണെന്ന്. 73 പിഴച്ച കക്ഷികളെ കുറിച്ചിട്ടും 72 പിഴച്ച കക്ഷികളെ കുറിച്ചിട്ടും വിശദമായി ചർച്ച ചെയ്യുന്നതിനപ്പുറം ഏതാണോ ആ വിജയിക്കുന്ന കക്ഷി, അൽ ഫിർഖത്തുൻ നാജിയ, ആ വിജയിക്കുന്ന കക്ഷികൾ ഏതാണ് എന്നറിയുകയും അവിടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗപ്രവേശനം, ഏത് സ്വർഗമാണോ സ്വഹാബത്ത് കൊതിച്ചതും പ്രവർത്തിച്ചതും അവര് നേടിയെടുത്തതും, ആ സ്വർഗപ്രവേശനം സാധ്യമാവണമെങ്കിൽ സ്വഹാബത്ത് ചോദിച്ചു, ഏതാണ് കൂട്ടർ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, മാ അന അലൈഹി വഅസ്ഹാബി. ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു നിലപാടിലാണോ, ഏതൊരു മൻഹജിലാണോ, ഏതൊരു വിശ്വാസത്തിലാണോ, ഏതൊരു കർമ്മത്തിലാണോ ഇന്ന് നിലകൊള്ളുന്നത്, ആ കൂട്ടർ, അതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, ആ പ്രകാരം ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അവര് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് പറയുമ്പോ നിസ്സാരമല്ല കാര്യങ്ങള്. എല്ലാരും അത് പറയുന്നുണ്ട്. അവരവിടെ ക്ലാസ് എടുത്തുന്നുണ്ട്. ഇവരും ഖുർആൻ തന്നെയാ പറയുന്നത്, ഇവരും ഖുർആൻ ക്ലാസ് ആണ്, അപ്പൊ അവിടെ കുറച്ച് പോയിരിക്കുക, ഇവിടെ പോയിരിക്കുക, എല്ലാം കേൾക്കുക എന്നതിനപ്പുറം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയം വളരെ ഗൗരവമാണ്. 72 നരകത്തിലാ, ഇല്ലാ വാഹിദ, ഒരൊറ്റ കൂട്ടർ ഒഴികെ. ആ കൂട്ടരാണെന്ന് അറിയാനും പഠിക്കാനും നമ്മുടെ മേൽ നിർബന്ധമാണ്.